ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനിൽ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു പ്രവാസിയാണ്. കൊറോണ പാൻഡമിക് കഴിഞ്ഞതിന് ശേഷമുള്ള കാലയളവിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. എല്ലാവരുടെയും പോലെ തന്നെ യൂട്യൂബ് വീഡിയോസിൽ നിന്നാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ ട്രേഡുകളായിട്ട് അങ്ങനെ ചെയ്തു വരികയായിരുന്നു. അവിചാരിതമായിട്ടാണ് യൂട്യൂബിൽ അഭിലാഷ് സാറിന്റെ വീഡിയോസ് കാണാനിടയായത്. അത് ഒറ്റ നോട്ടത്തിൽ ആദ്യ തവണ കാണുമ്പോൾ തന്നെ നമുക്കതിലൊരു എന്തോ ഒരു പ്രത്യേകത, ഇതുവരെ കണ്ട വീഡിയോസിൽ നിന്നും ഉള്ള ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു. ഫണ്ടമെന്റൽ, ഫിനാൻഷ്യൽ, ടെക്നിക്കൽ എന്നിങ്ങനെ ഒരു 3 ലെവൽ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് സാറ് ആ ഒരു സ്റ്റോക്കിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ സ്റ്റോക്കിലൊരു കൺവിക്ഷൻ ശരിക്കും കൂടുന്നുണ്ട്. അത് തന്നെ ഒരു ടീച്ചിങ് സ്കിൽ, സാറിന്റെ ഒരു ടീച്ചിങ് സ്കില്ലിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് അത് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നീട് കൂടുതൽ സാറിന്റെ വീഡിയോസ് കണ്ടു, സാർ നടത്തുന്ന കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ആ കോഴ്സിൽ ജോയിൻ ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് ഗെയിം എന്നാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അതായത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റ് എന്നിവ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ സാറ് പഠിപ്പിക്കുന്ന സിമ്പിൾ ബട്ട് പവർഫുൾ സ്ട്രാറ്റജീസ് 100% കൺവിക്ഷനോട് കൂടിയിട്ട് നമുക്ക് സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന്റെ ടാർഗറ്റ് എത്തുന്നത് വരെ കൺവിക്ഷനോട് കൂടിയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ 30 മുതൽ 40% വരെ CAGR എന്നത് വളരെ ഈസി ആയിട്ട് കിട്ടും എന്ന് ഇപ്പോഴാണ് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സ്ട്രാറ്റജീസ് എല്ലാം പഠിച്ചതിന് ശേഷമാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് വളരെ ഈസിയാണ്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ കോഴ്സ് ഫീ ആയിട്ട് മുടക്കിയിട്ടുള്ള എവറി പെന്നി ഈസ് ഡബിൾ വർത്ത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പഠിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന സാറിന്റെ വിഷൻ ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, മനസ്സിലാക്കുകയും ചെയ്യുന്നു. പിന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളിൽ നിന്നും അഭിലാഷ് സാറിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? തന്നോടൊപ്പം തന്റെ കൂടെ സഞ്ചരിക്കുന്നവരും സാമ്പത്തികമായിട്ട് ഉയരണം എന്നൊരു മെന്റാലിറ്റി തന്നെയാണ്. ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും സാറിന് നൽകട്ടെ. വിഷ് യു എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ ടു അഭിലാഷ് സാർ ആൻഡ് ഫാമിലി ഫ്രണ്ട്സ്. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ഹലോ അഭിലാഷ് സാർ, നമസ്കാരം. എൻ്റെ പേര് ജെബിൻ എബ്രഹാം. ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴവൂരാണ് എൻ്റെ സ്വദേശം. ആദ്യമായിട്ട് തന്നെ സാറിനോട് വളരെയധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. സാറിൻ്റെ ഈ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് സാറ് ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. സാറിൻ്റെ കോഴ്സ് ഞാൻ ഇന്നലെ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇൻക്ലൂഡിങ് ബോണസ് വീഡിയോസ്. ആൻഡ് അതിനകത്ത് സാറ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും അല്ലാതെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും നമുക്ക് തന്നിട്ടുള്ള അറിവുകളെല്ലാം എനിക്ക് തോന്നുന്നത് ലേണിങ്സ് ഫോർ ലൈഫാണ്. എപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നമ്മുടെ ട്രേഡിംഗ് സെറ്റ്, നമ്മൾ ആദ്യമേ നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് തന്നെ ട്രേഡിംഗ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. അപ്പം അതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു. അതായത് നമ്മൾ 3 വർഷത്തേക്ക് നമുക്ക് വേണ്ടാത്ത ഒരു പൈസയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടേണ്ടതെന്നും ഉടനെയുള്ള ഒരു റിട്ടേൺസ് പ്രതീക്ഷിക്കരുതെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ളതും എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലേണിംഗ് പറഞ്ഞുകൊണ്ട് ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ടാണ് സാറിൻ്റെ കോഴ്സ് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം സ്റ്റോക്ക് പ്രൈസ് നമ്മൾ താഴോട്ട് പോയാലോ അല്ലെങ്കിൽ മുകളിലോട്ട് പോയാലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് ആവാതെ നമുക്ക് യാതൊരു ടെൻഷനും നമുക്ക് വരുന്നില്ല. നമുക്കിപ്പോൾ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ട് പോയാലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരിക്കലും പാനിക്കാവേണ്ട ആവശ്യം വരുന്നില്ല. അതുമാത്രമല്ല, ഞാൻ സാറിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യേണ്ട ഒരു സമയം എന്നത് നമുക്കറിയത്തില്ലായിരുന്നു. എപ്പോഴും നമ്മളൊരു 10%, 15% നമുക്ക് പ്രോഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ടെംപ്റ്റേഷനായിരുന്നു. ഈ സ്റ്റോക്കിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് പുറത്ത് പോകാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ സാറിൻ്റെ കോഴ്സ് കഴിഞ്ഞ പിന്നെ നമുക്ക് ഏതാണ് ഒരു സ്റ്റോക്കിനകത്ത് എപ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് എക്സിറ്റ് ആവേണ്ടത് എന്നുള്ള പ്രോപ്പർ ഗൈഡ് ലൈൻസ് സാർ തന്നിട്ടുണ്ട്. സാറിൻ്റെ ഒന്നിലധികം സ്ട്രാറ്റജീസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് സാർ ഇതെല്ലാം പഠിപ്പിച്ച് ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്.
അപ്പം ഇപ്പം എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. നമുക്കൊരു കോഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫണ്ടമെൻറ്റ്സും അതുപോലെ തന്നെ ടെക്നിക്കൽസും അനലൈസ് ചെയ്ത് അത് നല്ല കമ്പനിയാണെങ്കിൽ അത് കറക്റ്റ് നമുക്ക് എൻട്രി ചെയ്യേണ്ട സമയത്ത് എൻട്രി ചെയ്യാനും അതുപോലെ എക്സിറ്റ് ആവേണ്ട സമയത്ത് എക്സിറ്റ് ആവാനും അതേപോലെ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും പാനിക്കാവാതെ പേഷ്യൻസോട് കൂടി നമുക്ക് ഈ സ്റ്റോക്കിനകത്ത് വെയിറ്റ് ചെയ്യാനായിട്ടും ഉള്ള ഒരുപാട് നല്ല നോളജ് സാറിൻ്റെ കോഴ്സിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാറിന് എത്ര നന്ദി പറഞ്ഞാലും സാറിന് എനിക്ക് മതിയാവില്ല. അതേപോലെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും സാറ് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കീപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വളരെ അധികം നല്ലതായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം മൊബൈലിൽ ചിലവഴിക്കുന്ന ഒരാളാണ്. അപ്പം ഇപ്പം നമ്മൾ രാവിലെ ഇപ്പം നമ്മൾ നേരത്തെ എഴുന്നേൽക്കുവാനായിട്ടും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കറക്റ്റ് പ്രോപ്പർ ഡിസിപ്ലിൻ ആവാനായിട്ടും സാറിൻ്റെ കോഴ്സ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും അല്ലാതെ തന്നെ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുവാനായിട്ടും സാറിൻ്റെ കോഴ്സ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സാറിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ സാറിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ശ്രീജിത്ത്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാനൊരു ബിഗിനറാണ്. എനിക്ക് വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. ആകെ കേട്ടുള്ള വാർത്തകളിലൊക്കെ ഇപ്പോൾ ഓഹരി വിപണി ഉയർച്ചയിലാണ് അല്ലെങ്കിൽ താഴ്ചയിലാണ്, ഇത്ര പോയിന്റ് ഇടിഞ്ഞു, ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമേ കേട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവർക്ക് പ്രോഫിറ്റ് കിട്ടി അല്ലെങ്കിൽ അവർക്ക് ലോസിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പാനിക് ന്യൂസുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു ധൈര്യമില്ലായിരുന്നു ഇതെന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ധൈര്യമില്ലായിരുന്നു. ആകെ ചെയ്യുന്നത് ബാങ്ക് നിക്ഷേപങ്ങൾ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഞാനൊന്ന് സ്റ്റഡി നടത്തുമെന്ന് വിചാരിച്ചത്. കാര്യം ഞാൻ അധ്യാപകനാണ്. അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ലൈഫിൽ അത് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ക്ലിയർ ഐഡിയ ഉണ്ട്. അപ്പോൾ സ്റ്റഡി നടത്താൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് കിട്ടുന്നതെല്ലാം കുറേ സ്റ്റോക്കിൻ്റെയൊക്കെ റെക്കമെൻഡേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത്. അതായത് തമ്മിൽ തന്നെ കാണാം 20 രൂപയുടെ സ്റ്റോക്ക് 200 രൂപയ്ക്കോ അല്ലെങ്കിൽ ഇന്ന് 10 രൂപ നാളെ 1000 രൂപയിട്ട് എത്തും, അങ്ങനത്തെ ഉള്ള ന്യൂസുകൾ മാത്രമാണ് കണ്ടത്. അപ്പോൾ അതൊന്നും ഒരു വിശ്വാസം തോന്നിയിട്ടില്ല. പിന്നെ സാറിൻ്റെ 1-2 യൂട്യൂബ് വീഡിയോസ് കണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെ ബൈ യോർ സെൽ റെക്കമെൻഡേഷൻ തരാതെ എപ്പോഴും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യരുതെന്നൊരു വാണിംഗ് കൂടി, അതായത് ആൾക്കാർ എങ്ങനെയാണോ ബാഡ് രീതിയിലൂടെ തിരിയുന്നത് അതിനൊരു വാണിംഗ് തന്നുകൊണ്ട് ശരിയായിട്ട് എങ്ങനെ ചെയ്യാം എന്നൊരു രീതിക്കാണ് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഓരോ സ്റ്റോക്കിനെ കുറിച്ചും സ്റ്റഡിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുമ്പോൾ ഡിഫറൻ്റായി തോന്നി. അപ്പോൾ എന്തായാലും ഒന്ന് പഠിച്ചാൽ ഇപ്പോഴല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു അസറ്റ് ആയിരിക്കും. ആ പഠിക്കുന്നത് എന്തായാലും അസറ്റ് ആയിരിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കി. അറ്റൻഡ് ചെയ്തപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഉണ്ടായിരുന്ന എല്ലാ കാഴ്ചപ്പാടും മാറി. കാര്യം ഇതൊരു ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ ബാങ്കിൽ നമ്മൾ എങ്ങനെയാണോ പൈസ നിക്ഷേപിക്കുന്നത് അതുപോലെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് ഒരു ഫസ്റ്റ് ഐഡിയ കിട്ടി. അതായത് നമുക്കൊരറിയാം ബാങ്കിലൊക്കെ നമ്മൾ ഒരു വർഷം ഇപ്പോൾ 7%, 8% റിട്ടേൺ തരുമെന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വർഷം കഴിയുമ്പോൾ അവർ പറഞ്ഞ റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു വർഷത്തേക്ക് വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെയാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്റ്റോക്കിനകത്ത് നമ്മൾ കറക്റ്റ് സമയത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇത്ര നാൾ കൊണ്ട് ആ ഒരു ലെവലിലോട്ട് എത്തും. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് നമ്മൾ അത്ര നാൾ വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമുക്ക് അവിടെ നിന്ന് ആ ഒരു വെൽത്ത് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ലീഗലിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഇനി അത് അപ്ലൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ എടുത്ത കോഴ്സ് ലൈഫിൽ ബെനിഫിറ്റ് ആണെന്നൊരു വിശ്വാസമുണ്ട്. ഇനി അത് ബാക്ക് വർക്ക് ചെയ്ത് നോക്കി ഓരോ സ്റ്റോക്കിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി കുറച്ചൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത്ര നാൾ ഇല്ലാതൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന്, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം ആണെന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്തായാലും ബാക്കി ഫ്യൂച്ചറിൽ നമുക്ക് കാണാം. കോഴ്സ് എന്തായാലും ഹാപ്പിയാണ്. ഇൻവെസ്റ്റ് കോഴ്സിൽ കൊടുത്ത പൈസകൾ നഷ്ടമായി തോന്നിയിട്ടില്ല. കാര്യം എന്നായാലും നമുക്ക് ഇതൊരു ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇതിലോട്ട് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ നല്ലൊരു പോസിബിലിറ്റി മനസ്സിലാക്കി ഒരുപാട് പേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോഴും ഇതിലോട്ട് തിരിയാത്തത് പേടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും പേടിച്ചിട്ട് തന്നെയാണ് ഇതിലോട്ട് തിരിയാത്തത്. അപ്പോൾ ആ ഒരു പേടി മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ് സെറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്തായാലും ഇതിൽ നമുക്ക് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇത്ര നാളത്തെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഫ്യൂച്ചറിൽ അപ്ലൈ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഈ കോഴ്സ് എടുത്ത ബാക്കി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
Hello Abhilash, this is Kuttappan from Palakkad. I started learning about stock market 3-4 years back, primarily to supplement my interest income since I don't get a pension. I watched a few of the YouTube videos available in Malayalam and also several Hindi and English YouTube channels provided by people from all over the country, I must say. Based on my learning, I started trading breakout stocks with a stop loss till I came across your YouTube videos. And after watching all those videos, it made me join your course immediately. I think I was one of the first few people who joined this course. And I went through all the learning material provided by you. The contents are absolutely, unimaginable. The way you teach, so simple, transparent, and the sincerity with which you teach is amazing. I would not have invested in stocks like 5 Paise or the India Bulls or even the Gland Pharma, but for your videos. I recommend that the lot of youngsters from Kerala should join this course who wanted to do, make a career in trading. Wishing you, Abhilash, and the family a very happy New Year. Thank you.